കൂടിയതോടെ വൈദ്യുതി ഉപഭോഗം വർദ്ധിച്ചു. സംസ്ഥാനത്ത് വൈദ്യുതി പ്രതിസന്ധി ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ യോഗം ചേരും. സംസ്ഥാനത്ത് ചൂട് ക്രമാതീതമായി ഉയരുന്നു. തൃശൂർ ജില്ലയിൽ താപനില 37 ഡിഗ്രി വരെ ഉയരുമെന്ന് മുന്നറിയിപ്പ്. കോൾപ്പാടങ്ങളിലെ ജലക്ഷാമം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് കർഷകർ തൃശൂരിൽ ഇറിഗേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഉപരോധിച്ചു. വെള്ളമില്ലാതെ 2500ഓളം ഹെക്ടർ നെൽകൃഷി കരിഞ്ഞുണങ്ങുന്നതായി കർഷകർ. പൂന്നത്ത് നാടക പ്രവർത്തകർ സഞ്ചരിച്ച മിനി ബസും കാറും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ കാർ ഡ്രൈവർ മരിച്ചു. 10 പേർക്ക് പരിക്ക്. നമസ്കാരം. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. സംസ്ഥാനത്ത് വൈദ്യുതി പ്രതിസന്ധി. ചൂടുകൂടിയതോടെ വൈദ്യുതി ഉപഭോഗം വർദ്ധിച്ചതാണ് പ്രതിസന്ധിയിലേക്ക് എത്തിച്ചത്. വൈദ്യുതി പ്രതിസന്ധി ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ വ്യാഴാഴ്ച യോഗം ചേരും. ഓരോ ദിവസവും 465 മെഗാവാട്ടിന്റെ കുറവാണ് ഉണ്ടാകുന്നത്. കൂടുതൽ വിലയ്ക്ക് വൈദ്യുതി വാങ്ങി വിതരണം ചെയ്യാൻ പറ്റാത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ് KSEB നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ KSEB കമ്പനികളുമായി പലതവണ ചർച്ച നടത്തിയിരുന്നു. എന്നാൽ അപ്പോഴും വൈദ്യുതി നൽകുന്നതിന് കമ്പനി തയ്യാറായിട്ടില്ല. ഇക്കാര്യത്തിൽ ഇടപെടണമെന്നാണ് വൈദ്യുതി മന്ത്രി മുഖ്യമന്ത്രിക്ക് അയച്ച കത്തിൽ പ്രധാനമായും പറയുന്നത്. 1600 മെഗാവാട്ടാണ് കേരളത്തിനുള്ള കേന്ദ്ര വിഹിതം. വൈദ്യുതി കരാറുകളിലൂടെ 1200 മെഗാവാട്ട്, ജലവൈദ്യുത പദ്ധതികളിലെ ഉൽപ്പാദനം 1600 മെഗാവാട്ട്, അങ്ങനെ മൊത്തം 4400 മെഗാവാട്ട്. ഇത് കഴിഞ്ഞുപയോഗിക്കുന്ന വൈദ്യുതി വലിയ തുകയ്ക്കാണ് ബോർഡ് വാങ്ങുന്നത്. സംസ്ഥാനത്ത് ചൂട് ക്രമാതീതമായി ഉയരുന്നു. തൃശൂർ ഉൾപ്പെടെ 9 ജില്ലകളിൽ വ്യാഴാഴ്ച യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. തൃശൂർ, പത്തനംതിട്ട, കോട്ടയം, ആലപ്പുഴ തുടങ്ങിയ ജില്ലകളിലാണ് ജാഗ്രതാ നിർദ്ദേശം. താപനില സാധാരണയേക്കാൾ 2 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർന്നേക്കും. തൃശൂരിലെ താപനില 37 ഡിഗ്രി വരെ ഉയരുമെന്നാണ് മുന്നറിയിപ്പ്. ജില്ലയിലെ കോൾപ്പാടങ്ങളിലെ ജലക്ഷാമം ഉടൻ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് പി ബാലചന്ദ്രൻ MLA നേതൃത്വത്തിൽ കർഷകർ തൃശൂർ ഇറിഗേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ ഉപരോധിച്ചു. കനത്ത വെയിലിൽ വെള്ളമില്ലാതെ 2500ഓളം ഹെക്ടർ നെൽകൃഷി കരിഞ്ഞുണങ്ങുന്നതായി കർഷകർ. കളക്ടറുമായി ചർച്ച ചെയ്ത് പ്രശ്നം പരിഹരിക്കാമെന്ന ഉറപ്പിന്മേൽ സമരം പിൻവലിച്ചു. പുല്ലഴി, അടാട്ട്, പറപ്പൂർ കോൾപ്പടവുകളിലെ 2500ഓളം ഹെക്ടർ നെൽകൃഷി വെള്ളമില്ലാതെ കരിഞ്ഞുണങ്ങുകയാണെന്നും ജലക്ഷാമത്തിന് ഉടൻ പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടുമായിരുന്നു MLAയുടെ നേതൃത്വത്തിൽ കർഷകർ തൃശൂർ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ TK ജയരാജിനെ ഉപരോധിച്ചത്. കൃഷിക്ക് വെള്ളമില്ലാത്തതിനാൽ 2 മാസം വൈകിയാണ് കൃഷി ആരംഭിച്ചതെന്നും ഉടൻ വെള്ളം ലഭ്യമാക്കിയില്ലെങ്കിൽ കൃഷി നശിക്കുമെന്നും കർഷകർ പറഞ്ഞു. ജില്ലാ ഭരണകൂടം കാർഷിക മേഖലയ്ക്കൊരു കലണ്ടർ തയ്യാറാക്കിക്കൊണ്ട് ഞങ്ങളോട് ഇന്ന ദിവസം പണിയിറക്കണമെന്നും പറഞ്ഞുകൊണ്ട് 2 മാസം വൈകി ഈ പ്രാവശ്യം കൃഷി ഇറക്കാൻ. മാത്രമല്ല, ഇവർ പറഞ്ഞ ഡേറ്റിന് ഞങ്ങളൊക്കെ തയ്യാറായിരുന്നു. കർഷകരും പാടശേഖര സമിതിയും തയ്യാറായിരുന്നു. ഉദ്യോഗസ്ഥ തലത്തിൽ ഇവർ ഞങ്ങൾക്ക് അതിന് ഇത് ഒരുക്കി തന്നില്ല, സൗകര്യങ്ങൾ ഒരുക്കി തന്നില്ല. ഇപ്പോൾ കൃഷി ഇറക്കി കഴിഞ്ഞിട്ട് ഇപ്പോൾ ചില ഭാഗങ്ങളിൽ 70, 80, 90 ദിവസമായ കതിര് വന്ന് നിൽക്കുന്ന നെല്ല് ആകെ കരിഞ്ഞ് ഉണങ്ങി നിൽക്കുന്ന സാഹചര്യം. ഒരു തുള്ളി വെള്ളം കൊടുക്കാൻ സാധിക്കാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. അത് ഏകദേശം ഒരു 2500 ഹെക്ടറോളം വരും. അത് ചിലത് കൊയ്യാൻ പാകമായിട്ട് ഒരു നനവ് കൊടുക്കാറായിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. ഇപ്പോഴത്തെ കാലാവസ്ഥ അനുസരിച്ച് കർഷകർക്ക് നെൽകൃഷി ആകെ BLB കേടും പിന്നെ തണ്ടുതുറപ്പനായിട്ട് ഭീമമായ സംഖ്യ കർഷകനെ കാലാവസ്ഥാ വ്യതിയാനത്തിൽ വന്ന് എടുക്കുകയാണ്. ഞങ്ങൾക്ക് എത്രയും ദിവസം മണിക്കൂറിനുള്ളിൽ വെള്ളം കിട്ടിയാലേ കുറച്ച് പിടിച്ചു നിൽക്കാൻ നോക്കൂ. 10 മോട്ടോർ പമ്പുകൾ വാടകയ്ക്കെടുത്ത് ഉടൻ പമ്പിംഗ് ആരംഭിക്കണമെന്ന് MLA ആവശ്യപ്പെട്ടു. കളക്ടറുമായി ചർച്ച ചെയ്ത് പ്രശ്നത്തിന് പരിഹാരം കാണാമെന്ന ഉറപ്പിന്മേലാണ് MLAയും കർഷകരും സമരം അവസാനിപ്പിച്ചത്. കളക്ടറെ ബന്ധപ്പെട്ടിട്ടുണ്ട്. ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൽ നിന്നും ഫണ്ട് എടുത്തിട്ട് താൽക്കാലികമായിട്ട് മോട്ടോർ വെച്ച് ഇപ്പോൾ ചാലിലുള്ള വെള്ളം അപ്ലിഫ്റ്റ് ചെയ്ത് പാടശേഖരം നനയ്ക്കാനായിട്ട് സാധിക്കും. അതിനുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇറിഗേഷൻ എഞ്ചിനീയറും കൃഷി ഓഫീസർ JDയും കളക്ടർ കണ്ട് സംസാരിച്ച് പ്രശ്നത്തിനൊരു പരിഹാരം താൽക്കാലികമായിട്ടുണ്ടാക്കും. ജില്ലാ പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ ഉഷയും സ്ഥലത്തുണ്ടായിരുന്നു. അതേസമയം പല പാടശേഖരങ്ങളിലും കൃഷിക്ക് വെള്ളമില്ലാത്തതും പമ്പിങ്ങിനാവശ്യമായ പണമില്ലാത്തതും പ്രതിസന്ധിക്കിടയാക്കുകയാണ്. TCV ന്യൂസ്, തൃശൂർ.
തൃശൂർ പൂങ്കുന്നത്ത് നാടക പ്രവർത്തകർ സഞ്ചരിച്ച മിനി ബസും കാറും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ കാർ ഡ്രൈവർ മരിച്ചു. നിരവധി പേർക്ക് പരിക്കേറ്റു. പാലക്കാട് താമസിക്കുന്ന ആലപ്പുഴ സ്വദേശി ചീരോത്ത് അനിൽകുമാറാണ് മരിച്ചത്. 47 വയസ്സായിരുന്നു. പൂങ്കുന്നം പുഴയ്ക്കൽ റോഡിൽ വെസ്റ്റ് ഫോർട്ട് ആശുപത്രിക്ക് മുൻപിൽ ബുധനാഴ്ച പുലർച്ചെ 5 മണിയോടെയായിരുന്നു അപകടം. പാലക്കാട് ഗോവിന്ദപുരത്ത് നിന്ന് ഗുരുവായൂരിലേക്ക് പോയ നാടകസംഘമാണ് അപകടത്തിൽപ്പെട്ടത്. അപകടത്തിൽ കാർ പൂർണ്ണമായും തകർന്നു. നിയന്ത്രണം വിട്ട മിനി ബസ് മറിഞ്ഞ് ബസ്സിലുണ്ടായിരുന്ന 10ഓളം പേർക്ക് പരിക്കേറ്റു. പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വിവാഹദിനത്തിലുണ്ടായ അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് 4.5 മാസത്തിന് ശേഷം മരിച്ചു. ഇടവിലങ്ങക്കാര ചാണാശ്ശേരി സത്യന്റെ മകൻ 33 വയസ്സുള്ള സുജിത്താണ് മരിച്ചത്. സുജിത്തും എറണാകുളം നായരമ്പലം സ്വദേശിനിയായ യുവതിയും തമ്മിലുള്ള വിവാഹം നടക്കാനിരുന്ന 2023 ഒക്ടോബർ 22-ാം തീയതിയായിരുന്നു അപകടം. രാവിലെ 10 മണിക്കായിരുന്നു മുഹൂർത്തം. അന്നേ ദിവസം പുലർച്ചെ അഴീക്കോട് മേനോൻ ബസാറിൽ വെച്ചാണ് അപകടമുണ്ടായത്. മത്സ്യം വാങ്ങാൻ ബൈക്കിൽ അഴീക്കോട് ജെട്ടിയിലേക്ക് പോകുന്നതിനിടെ ഓട്ടോറിക്ഷ ഇടിക്കുകയായിരുന്നു. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ സുജിത്ത് 4.5 മാസമായി 6ഓളം ആശുപത്രികളിലായി ചികിത്സയിലായിരുന്നു. ഗുരുവായൂരിൽ പണമിടപാട് സ്ഥാപനം കുത്തി തുറന്ന് 32,40,650 രൂപ കവർന്ന കേസിൽ ബ്രാഞ്ച് മാനേജരെ അറസ്റ്റ് ചെയ്തു. തൃശൂർ അമലനഗർ തൊഴുത്തുംപറമ്പിൽ അശോഷ് ജോയിയാണ് തൃശൂർ സിറ്റി ജില്ലാ പോലീസ് മേധാവി അങ്കിത് അശോകന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. പടിഞ്ഞാറേനടയിൽ ഗാന്ധിനഗറിലെ മാസ് സെന്ററിൽ പ്രവർത്തിക്കുന്ന L&T ഫൈനാൻസ് എന്ന സ്ഥാപനത്തിൽ നിന്ന് ചൊവ്വാഴ്ച രാവിലെയാണ് ഇയാൾ പണം കവർന്നത്. L&T ഫൈനാൻസ് അരണാട്ടുകര ബ്രാഞ്ചിലെ മാനേജറാണ് ഇയാൾ. ഹെൽമറ്റും ബാഗും ധരിച്ചെത്തി സ്ഥാപനത്തിന്റെ വാതിൽ തകർത്ത് അകത്തു കയറി കള്ളത്താക്കോൽ ഉപയോഗിച്ച് ലോക്കർ തുറന്നാണ് ഇയാൾ പണം മോഷ്ടിച്ചത്. ഇയാൾ വന്നുപോകുന്ന ദൃശ്യങ്ങൾ നിരീക്ഷണ ക്യാമറയിൽ പതിഞ്ഞിരുന്നു. ഹെൽമറ്റ് ധരിച്ചിരുന്നതിനാൽ മുഖം വ്യക്തമായിരുന്നില്ല. സൈബർ സെല്ലിന്റെ സഹായത്തോടെയാണ് പ്രതിയെ പിടികൂടിയത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ചാലക്കുടിയിൽ പോലീസ് ജീപ്പ് തകർത്ത സംഭവത്തിൽ ഡിവൈഎഫ്ഐ നേതാവിനെ നാടുകടത്തും. ഡിവൈഎഫ്ഐ ബ്ലോക്ക് പ്രസിഡന്റ് നിധിൻ പുലനെ കാപ്പ ചുമത്തി 6 മാസത്തേക്ക് നാടുകടത്താൻ ഡിഐജിയുടെ ഉത്തരവ്. ജീപ്പ് തകർത്തതടക്കം 4 കേസുകളിൽ പ്രതിയാണ് നിധിൻ. കേസിൽ അറസ്റ്റിലായി 54 ദിവസത്തെ ജയിൽവാസത്തിന് ശേഷം ഫെബ്രുവരി 13-ാം തീയതിയാണ് നിധിനെ തൃശൂർ സെഷൻസ് കോടതി ജാമ്യം അനുവദിച്ചത്. കഴിഞ്ഞ ഡിസംബർ 22-ാം തീയതിയാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. സർക്കാർ ITIയിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടന്ന സംഭവങ്ങളെ തുടർന്നായിരുന്നു സംഘർഷം. നിധിന്റെ നേതൃത്വത്തിൽ ഡിവൈഎഫ്ഐ SFI പ്രവർത്തകർ പോലീസ് ജീപ്പിന്റെ ബോണറ്റിന് മുകളിൽ കയറി ജീപ്പ് തകർത്തുവെന്നാണ് കേസ്. സംഘർഷത്തിനിടെ കസ്റ്റഡിയിലെടുത്ത ജീപ്പിന്റെ ഡീസൽ ടാങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥർ ഉപ്പിട്ട് നശിപ്പിക്കാൻ ശ്രമിച്ചെന്ന പരാതിയിൽ വ്യാഴാഴ്ച പരിശോധന നടക്കും. കോടതി ഉത്തരവ് പ്രകാരം മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരാണ് ശാസ്ത്രീയമായ രീതിയിൽ വാഹനം പരിശോധിക്കാൻ ചാലക്കുടി 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി നിർദ്ദേശിച്ചത്. വെള്ളിയാഴ്ച റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കണം. പോലീസ് ജീപ്പ് തല്ലിത്തകർത്ത കേസിലെ 1-ാം പ്രതി ഡിവൈഎഫ്ഐ നേതാവ് നിധിൻ പുല്ലന്റെയാണ് ബൊലേറോ ജീപ്പ്. വാഹനം ഇതുവരെയും പോലീസ് വിട്ടു നൽകിയിട്ടില്ല. കഴിഞ്ഞ ഡിസംബർ 22-ാം തീയതി ഗവൺമെന്റ് ITIക്ക് സമീപം SFI പ്രവർത്തകരും പോലീസും തമ്മിൽ സംഘർഷമുണ്ടാവുകയും പോലീസ് ജീപ്പ് തകർക്കുകയും ചെയ്തിരുന്നു. ഇതേ തുടർന്നാണ് 1-ാം പ്രതി നിധിൻ പുല്ലന്റെ ജീപ്പ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. അതിരപ്പള്ളി പ്ലാന്റേഷൻ കോർപ്പറേഷൻ എണ്ണപ്പനത്തോട്ടത്തിൽ അവശ്യനിലയിൽ കണ്ടെത്തിയ കാട്ടാന വനത്തിലേക്ക് നീങ്ങി. ആനയെ പരിചരിക്കുന്നതിന് വനപാലകരുടെ ശ്രമം നടക്കുന്നതിനിടയിലാണ് ഏഴാറ്റുമുഖം ഗണപതി എന്ന നാട്ടുകാർ പേരിട്ടിരിക്കുന്ന കൊമ്പൻ കാട്ടിലേക്ക് നീങ്ങിയത്. ആന പുല്ല് തിന്നതോടെ ആശങ്ക മാറി തുടർച്ചയായി എണ്ണപ്പട്ട തിന്നുകയും വെള്ളം കുടിക്കുകയും ചെയ്താൽ സ്വാഭാവികമായും ആനകൾക്ക് എരണ്ടകെട്ട് സംഭവിക്കുമെന്ന് വാഴച്ചാൽ DFO R ലക്ഷ്മി പറഞ്ഞു. ഫാക്ടറി ഡിവിഷണൽ ഓഫീസിന് സമീപം പനകൾക്കിടയിൽ നിൽക്കുന്ന ആന ഏതാനും ദിവസമായി ഒരു സ്ഥലത്ത് തമ്പടിച്ച് എണ്ണപ്പന തിന്നുന്നത് വനപാലകർ കണ്ടിരുന്നു. കോടനാട് നിന്നെത്തിയ വെറ്ററിനറി സർജൻ ഡോക്ടർ ബിനോയ് ദാസ് ആനയെ നിരീക്ഷിച്ചു. അടുത്ത ദിവസങ്ങളിൽ മറ്റു ഭക്ഷണം കഴിച്ചാൽ പ്രശ്നം തീരുമെന്നാണ് വെറ്ററിനറി സർജന്റെ വിശദീകരണം. ഇതിനിടെ ഒരിടത്ത് തന്നെ ആന കിടക്കുന്നത് കണ്ടാൽ അടുത്ത നടപടിയിലേക്ക് നീങ്ങണമെന്നും ഡോക്ടർ നിർദ്ദേശിച്ചു. ഇതിനായി പരിസരത്ത് വനപാലകർ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. 2 ദിവസമായി എണ്ണപ്പനത്തോട്ടത്തിൽ ഒരേ സ്ഥലത്ത് ആനയെ കാണുന്നു. 25 വയസ്സ് തോന്നിക്കുന്ന കൊമ്പൻ സ്ഥിരമായി ജനവാസ മേഖലയിൽ എത്തുന്നുവെങ്കിലും ഇതുവരെ ആരെയും ഉപദ്രവിച്ചിട്ടില്ല. എരുമപ്പെട്ടി തിപ്പല്ലൂരിൽ അനധികൃതമായി നടത്തിയിരുന്ന മണ്ണെടുപ്പ് പോലീസ് തടഞ്ഞു. മണ്ണെടുപ്പ് നടത്തിയിരുന്ന ഒരു ടിപ്പർ ലോറിയും ഒരു ഹിറ്റാച്ചിയും പോലീസ് പിടിച്ചെടുത്തു. പിന്നീട് നിർമ്മാണത്തിന്റെ ഭാഗമായി എടുത്തിരുന്ന മണ്ണാണ് ലോറിയിൽ പുറത്തേക്ക് കൊണ്ടുപോയിരുന്നത്. മണ്ണെടുക്കുന്നതിനും കൊണ്ടുപോകുന്നതിനും പഞ്ചായത്തിന്റെയും ജിയോളജി വകുപ്പിന്റെയും അനുമതി ഉണ്ടായിരുന്നില്ല. കുന്നുകുളം ചുവന്നൂർ പാടത്തിന് സമീപം നിയന്ത്രണം വിട്ട കാർ കാനയിലേക്ക് മറിഞ്ഞ് അപകടം. ആർക്കും പരിക്കില്ല. എരുമപ്പെട്ടി ഭാഗത്തു നിന്നും കുന്നുകുളം ഭാഗത്തേക്ക് വരികയായിരുന്ന കാർ നിയന്ത്രണം വിട്ട് കാനയിലേക്ക് മറയുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. കാർ സമീപത്തെ മതിലും ഇടിച്ചു തകർത്തു. എയർപോർട്ടിൽ പോയി തിരികെ വരികയായിരുന്ന വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. അപകടത്തെ തുടർന്ന് മേഖലയിൽ ഭാഗികമായി ഗതാഗതം തടസ്സപ്പെട്ടു.
കേന്ദ്ര സർക്കാരിന്റെ ഭാരത് റൈസിന് ബദലായി ശബരി കെ റൈസുമായി സംസ്ഥാന സർക്കാർ. നിലവിൽ സപ്ലൈകോ വഴി സബ്സിഡിയായി കിട്ടിയിരുന്ന 10 കിലോ അരിയിൽ 5 കിലോയാണ് പ്രത്യേക സഞ്ചിയിലാക്കി കെ റൈസായി വിൽക്കുന്നത്. ജയ അരി കിലോയ്ക്ക് 29 രൂപയ്ക്കും കുറുവ അരിയും മട്ട അരിയും 30 രൂപയ്ക്കുമാണ് വിൽക്കുക. ബാക്കി 5 കിലോ സപ്ലൈകോ വഴി ലഭിക്കും. സാമ്പത്തിക പ്രതിസന്ധി മൂലം ഏറെ നാളായി സപ്ലൈകോ വഴിയുള്ള സബ്സിഡി സാധനങ്ങളുടെ വിൽപ്പന അവതാളത്തിലാണ്. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെയാണ് കെ റൈസ് വിൽപ്പന സർക്കാർ വേഗത്തിലാക്കിയത്. പൊതുജനങ്ങൾക്ക് കുറഞ്ഞ വിലയിൽ നല്ല ഇനം അരി ലഭ്യമാക്കുന്നതിന്റെ ഭാഗമായാണ് സപ്ലൈകോ മുഖേന ശബരി കെ റൈസ് എന്ന ബ്രാൻഡിൽ അരി വിതരണം ചെയ്യാൻ തീരുമാനിച്ചത്. കിലോയ്ക്ക് 10 രൂപ വരെ ബാധ്യത ഏറ്റെടുത്താണ് ശബരി കെ റൈസ് നൽകുന്നതെന്ന് ഭക്ഷ്യമന്ത്രി ജി.ആർ. അനിൽ പറഞ്ഞു. ഈ മാസം 15, 16, 17 തീയതികളിൽ ജില്ലയിൽ റേഷൻ വിതരണം നിർത്തിവെക്കാൻ നിർദ്ദേശം. മുൻഗണനാ വിഭാഗം റേഷൻ കാർഡ് അംഗങ്ങളുടെ KYC അപ്ഡേഷൻ പൂർത്തീകരിക്കുന്നതിന്റെ ഭാഗമായാണ് തൃശൂർ ജില്ലയിൽ ഈ ദിവസങ്ങളിൽ റേഷൻ വിതരണം നിർത്തിവെച്ച് മസ്റ്ററിംഗ് നടത്താൻ ജില്ലാ സപ്ലൈ ഓഫീസർ റേഷൻ വ്യാപാരികൾക്ക് നിർദ്ദേശം നൽകിയത്. അതേസമയം മാർച്ച് 17 തീയതി ഞായറാഴ്ച റേഷൻ കടകൾ തുറക്കില്ലെന്ന നിലപാടിലാണ് റേഷൻ വ്യാപാരികൾ. മത തീവ്രവാദ സംഘടനകളുടെ സ്പോൺസേഡ് സ്ഥാനാർത്ഥിയാണ് തൃശൂരിൽ UDFന്റെ കെ മുരളീധരനെന്ന് NDA സംസ്ഥാന കോർഡിനേറ്റർ PK കൃഷ്ണദാസ് പറഞ്ഞു. പൗരത്വ നിയമ ഭേദഗതിയുടെ പേരിൽ സാമുദായിക ധ്രുവീകരണം സൃഷ്ടിക്കുവാനാണ് CPM കോൺഗ്രസ് ശ്രമം. ഈ നിയമം കേരളത്തിലെ എന്നല്ല ഇന്ത്യയിലെ ഒരു പൗരനെയും ബാധിക്കില്ലെന്ന് കൃഷ്ണദാസ് പറഞ്ഞു. ഒരേസമയം UDFുമായും LDFുമായും മത തീവ്രവാദ സംഘടനകൾക്ക് അന്തർധാരയുണ്ട്. മുസ്ലിം വോട്ട് കരസ്ഥമാക്കാൻ കോൺഗ്രസും CPMും നടത്തുന്ന ഗൂഢശ്രമങ്ങൾ തെരഞ്ഞെടുപ്പിന് ശേഷം ഗുരുതരമായ പ്രത്യാഘാതങ്ങൾക്ക് കാരണമാകും. പോപ്പുലർ ഫ്രണ്ട്, ജമാഅത്തെ ഇസ്ലാമി തുടങ്ങി വർഗീയ തീവ്രവാദ ശക്തികൾ മതപരമായ കലാപം സൃഷ്ടിക്കുവാനാണ് ശ്രമിക്കുന്നതെന്നും കൃഷ്ണദാസ് പറഞ്ഞു. പൗരത്വ നിയമ ഭേദഗതിയുടെ പേരിൽ CAയുടെ പേരിൽ വലിയ സാമുദായിക ധ്രുവീകരണമാണ് LDFും UDFും സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നത്. ഈ മത തീവ്രവാദ സംഘടനകൾ ഒരേ സമയത്ത് LDFുമായും UDFുമായിട്ടും സഹകരണത്തിലാണ്. അതൊരു രാഷ്ട്രീയ സഖ്യമായിട്ട് ഇപ്പം രൂപാന്തരപ്പെട്ടിരിക്കുകയാണ്. ഈ വടകരയിലെയും തൃശ്ശൂരിലെയും UDF സ്ഥാനാർത്ഥി നിർണയത്തിൻ്റെ പിന്നിൽ UDF തീവ്രവാദ സംഘടനകൾ തമ്മിലുണ്ടാക്കിയ ചർച്ചയും അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള തിരക്കഥയുമാണ് ഇതിന് പിന്നിലുള്ളത്. LDFും UDFും തീവ്രവാദ സംഘടനകൾ തമ്മിലുള്ള അവിശുദ്ധ സഖ്യം മറനീക്കി പുറത്തു വന്നിരിക്കുകയാണ്. അതുകൊണ്ട് തൃശ്ശൂരിലെ UDF സ്ഥാനാർത്ഥി മത തീവ്രവാദ സംഘടനകളുടെ സ്പോൺസേഡ് സ്ഥാനാർത്ഥിയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അയാൾ ജയിക്കാനല്ല ഇവിടെ വന്നിട്ടുള്ളത്, BJPയെ തോൽപ്പിക്കാനാണ്. BJP ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ പാർട്ടി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK അനീഷ് കുമാർ, BDJS സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സംഗീത വിശ്വനാഥ്, BJP ജില്ലാ പ്രഭാരി ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ, NDA ഘടകകക്ഷി നേതാക്കൾ എന്നിവർ സന്നിഹിതരായിരുന്നു. ആർപ്പും ആരവവുമില്ലാതെ കുരുമ്പക്കാവിൽ പ്രതീകാത്മക കാവുതീണ്ടൽ നടന്നു. കൊടുങ്ങല്ലൂർ ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ മീനഭരണി ആഘോഷത്തിന്റെ ഭാഗമായാണ് പതിവിൽ നിന്നും വ്യത്യസ്തമായി പ്രതീകാത്മകമായി കാവുതീണ്ടിയത്. ചെറുഭരണി കൊടിയേറ്റത്തിന് ശേഷം കുംഭമാസത്തിലും മീനമാസത്തിലുമായി 2 അശ്വതി നാളുകൾ വരുന്ന സാഹചര്യത്തിലാണ് 2 കാവുതീണ്ടലുകൾ നടക്കുക. ആദ്യ അശ്വതി നാളായ ബുധനാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്ക് അത്താഴപൂജയടക്കം പൂർത്തിയാക്കി ക്ഷേത്രനട അടച്ചു. തുടർന്ന് വലിയ തമ്പുരാൻ കുഞ്ഞുണ്ണിരാജ കിഴക്കേ നടയിലെ നിലപാട് തറയിൽ എഴുന്നള്ളി. കാവുതീണ്ടലിന് അനുവാദം നൽകുന്നതിന്റെ സൂചനയായി കോയ്മ ചുവന്ന പട്ടുകൂട ഉയർത്തിയതോടെ ഭക്തജനങ്ങൾ ക്ഷേത്രത്തിന് ചുറ്റും വലം വെച്ച് കാവുതീണ്ടൽ ചടങ്ങ് പൂർത്തിയാക്കി. 13 വർഷം മുൻപാണ് ഇത്തരത്തിൽ 2 കാവുതീണ്ടൽ നടന്നിട്ടുള്ളത്. മീനമാസത്തിലെ തിരുവോണ നാളായ ഏപ്രിൽ 4 തീയതി കോഴിക്കല്ല് മൂടലും അശ്വതി നാളായ 9 തീയതി തൃച്ചന്ദ്ര ചാർത്ത് പൂജയും അശ്വതി കാവുതീണ്ടലും നടക്കും. ഭരണി നാളായ 10 തീയതി ഭഗവതിക്ക് വരിയരി പായസം നിവേദിച്ച് വെന്നിക്കൊടി ഉയർത്തുന്നതോടെ ഭരണി ഉത്സവത്തിന് സമാപനം കുറിക്കും. കള്ളുഷാപ്പ് ജീവനക്കാരനെ തോക്കുകൊണ്ട് അടിച്ച് പരിക്കേൽപ്പിച്ച കുപ്രസിദ്ധ ഗുണ്ട വടിവാൾ വിപിൻ അറസ്റ്റിൽ. ഭക്ഷണം കഴിച്ചതിന്റെ പണത്തെ സംബന്ധിച്ച തർക്കത്തെ തുടർന്നാണ് മുരിയാട് കള്ളുഷാപ്പിലെ ജീവനക്കാരനെ പിസ്റ്റൾ കൊണ്ട് വിപിൻ അടിച്ച് പരിക്കേൽപ്പിച്ചത്. ആളൂർ SHO മുഹമ്മദ് ബഷീറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. പ്രതിക്കെതിരെ വിവിധ സ്റ്റേഷനുകളിലായി കഞ്ചാവ്, വധശ്രമ കേസുകൾ അടക്കം 26ഓളം കേസുകളുണ്ട്. ഇയാളിൽ നിന്നും 4 റൗണ്ട് അടക്കം പിസ്റ്റളും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഗുരുവായൂർ നഗരസഭയിൽ സ്ഥാപന ലൈസൻസ് നൽകാത്തതിൽ പ്രതിഷേധിച്ച് ഭരണപക്ഷ കൗൺസിലർ കുത്തിയിരിപ്പ് സമരം നടത്തി. 1ാം വാർഡ് കൗൺസിലർ ഫൈസൽ
പൊട്ടത്തയിലാണ് ക്ലീൻ സിറ്റി മാനേജർ KS ലക്ഷ്മണന്റെ ഓഫീസിന് മുൻപിൽ കുത്തിയിരിപ്പ് നടത്തിയത്. വാർഡിലെ താമസക്കാരൻ മാസങ്ങളായി സ്ഥാപന ലൈസൻസിന് അപേക്ഷിച്ചിട്ടും നൽകിയില്ലെന്ന് കൗൺസിലർ പറഞ്ഞു. K-സ്മാർട്ടിന്റെ പേര് പറഞ്ഞ് ഉദ്യോഗസ്ഥർ പൊതുജനങ്ങളെ ബുദ്ധിമുട്ടിക്കുകയാണെന്നും ഇത് അനുവദിക്കാനാവില്ലെന്നും കൗൺസിലർ പറഞ്ഞു. മാസങ്ങളായി ലഭിക്കാതിരുന്ന ലൈസൻസ് കൗൺസിലറുടെ 5 മിനിറ്റ് നേരത്തെ സമരം കൊണ്ട് ലഭിച്ചു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ മാത്രമല്ല തൃശൂർ കോർപ്പറേഷന്റെ ദുർഭരണത്തിനെതിരായുള്ള വിധിയെഴുത്തു കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പെന്ന് മുൻ സ്പീക്കറും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ അഡ്വക്കേറ്റ് തെരമിൽ രാമകൃഷ്ണൻ പറഞ്ഞു. UDF തൃശൂർ നിയോജകമണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തെരഞ്ഞെടുപ്പ് കാലത്ത് എല്ലാവരും അതുമായി ബന്ധപ്പെട്ട കമ്മിറ്റിയാണ് രൂപീകരിക്കുന്നത്. എന്നാൽ പരാജയ ഭീതിയുടെ വിഭ്രാന്തി മൂലം BJP രൂപീകരിച്ചത് പർച്ചേസിംഗ് കമ്മിറ്റിയാണ്. ഇതുവഴി കാലുവാരലാണ് നടത്തുന്നതെന്ന് തെരമിൽ പറഞ്ഞു. UDF മണ്ഡലം ചെയർമാൻ K. ഗിരീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. സ്ഥാനാർത്ഥി K. മുരളീധരൻ, KPCC വർക്കിംഗ് പ്രസിഡന്റ് കൂടിയായ TN പ്രതാപൻ MP, UDF ജില്ലാ ചെയർമാൻ MP വിൻസെന്റ്, കൺവീനർ KR ഗിരിജൻ, DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ തുടങ്ങിയവർ പങ്കെടുത്തു. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയോട് ലൈംഗിക അതിക്രമം നടത്തിയ കേസിൽ പ്രതിക്ക് 40 വർഷം തടവും 1,85,000 രൂപ പിഴയും ശിക്ഷ വിധിച്ചു. കുട്ടിച്ചിറ സ്വദേശി അനിൽകുമാറിനെയാണ് ഇരിങ്ങാലക്കുട അതിവേഗ സ്പെഷ്യൽ കോടതി ശിക്ഷിച്ചത്. 2010 മുതൽ 2016 ഏപ്രിൽ വരെയുള്ള കാലയളവിൽ ലൈംഗിക അതിക്രമം നടത്തിയെന്നാരോപിച്ച് വെള്ളിക്കുടങ്ങര പോലീസ് ചാർജ് ചെയ്ത കേസിലാണ് വിധി. പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് വിജു വാഴക്കാല ഹാജരായി. ഏതു നിമിഷവും നിലംപൊത്താറായ വീട്ടിൽ ബൈപ്പാസ് സർജറിക്ക് ശേഷമുള്ള തുടർ ചികിത്സയുമായി കഴിഞ്ഞിരുന്ന അരിമ്പൂർ കൈപ്പള്ളി സ്വദേശി മോഹനന്റെ കുടുംബത്തെ ദുരിതക്കയത്തിലാക്കി ഭാര്യയും അസുഖബാധിതയായി അവകാശമായി ലഭിക്കേണ്ട ഭൂമി സ്വന്തമാകാത്തതോടെ ലൈഫ് പദ്ധതിയിൽ അനുവദിച്ച വീട് ഇവർക്ക് സ്വപ്നം മാത്രമായി. മുളവടികളും കമ്പും ഉപയോഗിച്ച് താങ്ങി നിർത്തിയ മേൽക്കൂരയ്ക്ക് കീഴെയാണ് മോഹനനും ഭാര്യ ജയയും 2 മക്കളും ജീവിക്കുന്നത്. ചുമരുകൾ വിള്ളൽ വീണ് ഇടിഞ്ഞു തുടങ്ങിയിരിക്കുന്നു. മോഹനനും സഹോദരങ്ങൾക്കുമായുള്ള ഭൂമിയിൽ നിന്ന് 3 സെന്റ് സ്ഥലം വാക്കാൽ പറഞ്ഞ് അതിരിട്ട് കിട്ടിയിടത്താണ് മോഹനൻ വർഷങ്ങൾക്ക് മുൻപ് അന്തിയുറങ്ങാൻ ഒരിടം ഒരുക്കിയത്. ആ വീട് നാശത്തിന്റെ വക്കിലായതോടെ പഞ്ചായത്ത് ലൈഫ് പദ്ധതിയിൽ അപേക്ഷിച്ചപ്പോൾ വീട് പണിയാൻ അനുമതിയായെങ്കിലും സ്ഥലം പേരിലാക്കി കിട്ടാത്തതിനാൽ മോഹനന് വീട് പണി തുടങ്ങാനായില്ല. ഇതിനിടെ കൂലിപ്പണിക്കാരനായിരുന്ന മോഹനന് 3 മാസം മുൻപ് അടിയന്തരമായി ഹൃദയ ശസ്ത്രക്രിയ നടത്തേണ്ടി വന്നു. ചികിത്സയ്ക്കും ശസ്ത്രക്രിയയ്ക്കുമായി വലിയൊരു സംഖ്യ ചെലവ് വന്നു. ഇതിനിടെയാണ് മോഹനന്റെ ഭാര്യ ജയയും ഇതേ അസുഖബാധിതയാവുന്നത്. കൂലിപ്പണിക്കാരായ 2 പേർക്കും വരുമാനമില്ലാതായതോടെ മരുന്നിനും ദൈനംദിന ചെലവുകൾക്കുമായി ഈ കുടുംബം വലയുകയാണ്. മേൽക്കൂരയിൽ നിന്നുള്ള പൊടി പറന്ന് അലർജിയായതോടെ സമീപത്ത് തന്നെ ഒരു വീട് വാടകയ്ക്കെടുത്ത് മോഹനനെ തൽക്കാലത്തേക്ക് മാറ്റി താമസിപ്പിച്ചിരിക്കുകയാണ്. ഈ കുടുംബത്തിന്റെ ദയനീയാവസ്ഥയ്ക്ക് പരിഹാരമേകാൻ മോഹനന്റെ പേരിൽ ഭൂമി രജിസ്റ്റർ ചെയ്ത് കിട്ടാനും ഭാര്യ ജയയുടെ ഓപ്പറേഷനുള്ള തുക കണ്ടെത്താനുമുള്ള ശ്രമത്തിലാണ് നാട്ടുകാരും സുഹൃത്തുക്കളും. TCV ന്യൂസ്, തൃശൂർ. അശാസ്ത്രീയമായ ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കാരം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ഓൾ കേരള ഡ്രൈവിംഗ് സ്കൂൾ ഇൻസ്ട്രക്ടേഴ്സ് ആൻഡ് വർക്കേഴ്സ് അസോസിയേഷൻ തൃശൂർ താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കളക്ട്രേറ്റ് മാർച്ചും സത്യാഗ്രഹ സമരവും സംഘടിപ്പിച്ചു. P. ബാലചന്ദ്രൻ MLA സമരം ഉദ്ഘാടനം ചെയ്തു. ഓൾ കേരള ഡ്രൈവിംഗ് സ്കൂൾ ഇൻസ്ട്രക്ടേഴ്സ് ആൻഡ് വർക്കേഴ്സ് അസോസിയേഷൻ താലൂക്ക് പ്രസിഡന്റ് PG ശശിപ്രകാശ് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ED ഷാജു, TC ഷാജി, ജോസഫ് മാത്യു, KS വിനോദ് തുടങ്ങിയവർ സംസാരിച്ചു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കളക്ടറേറ്റിന് മുൻപിൽ DA ഉത്തരവ് കത്തിച്ച് പ്രതിഷേധം സംഘടിപ്പിച്ചു. 39 മാസത്തെ കുടിശ്ശികയെക്കുറിച്ച് ഒന്നും മിണ്ടാതെയുള്ള സർക്കാരിന്റെ 2% DA പ്രഖ്യാപനം ജീവനക്കാരോടും പെൻഷൻകാരോടുമുള്ള വഞ്ചനയാണെന്ന് പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്ത് KSPA ജില്ലാ പ്രസിഡന്റ് KG ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. KSSPE ജില്ലാ ട്രഷറർ PR സത്യനാഥൻ അധ്യക്ഷത വഹിച്ചു. BS സുന്ദരൻ, BC ജോൺസൺ, AG നാരായണൻ, K മോഹനസുധൻ, ശശിധരൻ പാടൂക്കാട് തുടങ്ങിയവർ സംസാരിച്ചു.
ദേശീയപാതയിലെ ചിറങ്ങര മുതൽ പൊങ്ങം വരെയുള്ള ഭാഗത്തെ റോഡിന്റെ അപകടാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ചാലക്കുടി എംഎൽഎയുടെ നേതൃത്വത്തിൽ ഉപരോധ സമരം നടത്തി. ചിറങ്ങര ജംഗ്ഷനിലായിരുന്നു എംഎൽഎ സനീഷ് കുമാർ ജോസഫിന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് പ്രവർത്തകർ റോഡ് തടഞ്ഞത്. റോഡിൽ കുത്തിയിരുന്ന് സമരം നടത്തിയ 10 പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. എംഎൽഎ സമരം ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ലീല സുബ്രഹ്മണ്യൻ അധ്യക്ഷത വഹിച്ചു. ചിറങ്ങര മുതൽ പൊങ്ങം വരെയുള്ള പല ഭാഗത്തും റോഡ് തോടുപോലെ താഴ്ന്നിരിക്കുകയാണെന്ന് എംഎൽഎ കുറ്റപ്പെടുത്തി. നിരവധി ഇരുചക്രവാഹന യാത്രക്കാർക്ക് ഇതുമൂലം അപകടങ്ങൾ പറ്റിയിട്ടുണ്ട്. എന്നാൽ റോഡ് സഞ്ചാരയോഗ്യമാക്കാൻ ഇതുവരെയും നടപടി ഉണ്ടായില്ലെന്ന് എംഎൽഎ പറഞ്ഞു. കുന്നംകുളം ചൊവ്വന്നൂർ ഗുഹയ്ക്ക് സമീപം ബൈക്കുകൾ കൂട്ടിയിടിച്ച അപകടം. ബൈക്ക് യാത്രികനായ മധ്യവയസ്കന് പരിക്കേറ്റു. അയ്യമ്പറമ്പ് സ്വദേശി മണ്ടുമ്പാൽ വീട്ടിൽ ജോയ്സനാണ് പരിക്കേറ്റത്. ചൊവ്വന്നൂർ ഗുഹയ്ക്ക് സമീപത്തെ റോഡിൽ നിന്നും വടക്കാഞ്ചേരി റോഡിലേക്ക് കയറുന്നതിനിടെ കുന്നംകുളം ഭാഗത്തു നിന്നും വടക്കാഞ്ചേരി ഭാഗത്തേക്ക് പോകുകയായിരുന്ന ബൈക്ക് നിയന്ത്രണം വിട്ട് ഇടിക്കുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. ഇടിയുടെ ആഘാതത്തിൽ റോഡിൽ തെറിച്ചുവീണാണ് ബൈക്ക് യാത്രികന് പരിക്കേറ്റത്. ഇയാളെ കുന്നംകുളം നന്മ ആംബുലൻസ് പ്രവർത്തകർ മലങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മിനാലൂർ വടക്കേക്കരയിൽ യുവാവിനെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. മിനാലൂർ ഗ്രൗണ്ടിന് സമീപം വാടകയ്ക്ക് താമസിക്കുന്ന സേലം സ്വദേശി 38 വയസ്സുള്ള ഭാഷയാണ് മരിച്ചത്. വാതിൽ തുറക്കാതെ കണ്ടപ്പോൾ അയൽവാസികൾ അന്വേഷിച്ചപ്പോഴാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മൃതദേഹത്തിന് 4 ദിവസത്തെ പഴക്കമുണ്ടെന്ന് കരുതുന്നു. വടക്കാഞ്ചേരി പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. തോട്ടിപ്പണി വിവാദവുമായി ബന്ധപ്പെട്ട് കുന്നംകുളം നഗരസഭാ കൗൺസിൽ യോഗത്തിൽ ബി.ജെ.പി. കൗൺസിലർമാരുടെ പ്രതിഷേധം ശക്തമായതോടെ അജണ്ട ചർച്ച ചെയ്യാനാകാതെ പാസ്സായതായി പ്രഖ്യാപിച്ച് ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ യോഗം അവസാനിപ്പിച്ചു. കൗൺസിൽ യോഗം ആരംഭിച്ചതോടെ പൗരത്വ ഭേദഗതി ബില്ലിനെതിരെ പ്രതിഷേധവുമായി വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ PM സുരേഷ് രംഗത്തെത്തി. കഴിഞ്ഞ മെയ് 5-ാം തീയതി ചേർന്ന കൗൺസിൽ യോഗത്തിനിടെ ബി.ജെ.പി. കൗൺസിലർ കെ മുരളി ഹരിതകർമ്മ സേനാംഗങ്ങളെ തോട്ടിപ്പണിക്കാർ എന്ന് വിളിച്ചെന്ന് കൗൺസിൽ മിനിറ്റ്സിൽ രേഖപ്പെടുത്തിയിരുന്നു. ഇത് നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് കെ മുരളി ഹൈക്കോടതിയെ സമീപിക്കുകയും മുരളിക്ക് പറയാനുള്ളത് കേട്ട് മിനിറ്റ്സിൽ രേഖപ്പെടുത്തണമെന്ന ഉത്തരവ് പുറപ്പെടുവിച്ചതായും ബി.ജെ.പി. കൗൺസിലർമാർ പറയുന്നു. എന്നാൽ നഗരസഭയ്ക്ക് ലഭിച്ച ഉത്തരവിൽ നഗരസഭാ സെക്രട്ടറി കെ മുരളിയോട് വ്യക്തിപരമായ വിശദീകരണം ചോദിക്കാൻ മാത്രമാണ് നിർദ്ദേശം ലഭിച്ചതെന്ന് ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ പറഞ്ഞു. കൗൺസിൽ യോഗത്തിൽ ബി.ജെ.പി. കൗൺസിലർമാരുടെ ആവശ്യം അംഗീകരിക്കാതെ വന്നതോടെയാണ് ബി.ജെ.പി. കൗൺസിലർമാർ പ്രതിഷേധിച്ചത്. തൃശൂർ ജില്ലയിലേക്ക് വിൽപ്പനയ്ക്കായി സംഭരിച്ച 50 ലക്ഷം രൂപ വിലമതിക്കുന്ന 2 കിലോ ഹാഷിഷ് ഓയിലുമായി ഒരാൾ പാലക്കാട് നഗരത്തിൽ നിന്ന് എക്സൈസിന്റെ പിടിയിലായി. ഉടുമ്പൻചോല സ്വദേശി ഷോജോയാണ് പിടിയിലായത്. മധ്യമേഖല എക്സൈസ് കമ്മീഷണറുടെ സ്ക്വാഡും പാലക്കാട് എക്സൈസും ചേർന്നാണ് ചന്ദ്രനഗറിൽ നിന്നും ഇയാളെ പിടികൂടിയത്. കോളേജ് വിദ്യാർത്ഥികൾക്കിടയിൽ വലിയ ഡിമാൻഡുള്ള ഗോൾഡൻ മാംഗോ ഇനത്തിൽപ്പെട്ട ഓയിലാണ് പ്രതിയിൽ നിന്നും പിടികൂടിയത്. വാണിജ്യം. അറേബ്യൻ ഷേക്കുകളുടെയും ജ്യൂസുകളുടെയും ഐസ്ക്രീമുകളുടെയും രുചി വൈവിധ്യം പൂരനഗരിക്ക് പകർന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന തൃശൂർ റൗണ്ട് വെസ്റ്റിലെ ഷേക്ക് സിറ്റി വിജയകരമായ 2ാം വർഷത്തിലേക്ക്. തൃശൂർ സ്വരാജ് റൗണ്ടിൽ മാരാ റോഡിനും പ്രൈഡ് ബിൽഡിങ്ങിനും സമീപത്തായി പ്രവർത്തിക്കുന്ന ഷേക്ക് സിറ്റി വാർഷിക ഓഫറുകളും സ്പെഷ്യൽ വിഭവങ്ങളുമായാണ് 2ാം വർഷത്തെയും പൂരത്തെയും വരവേൽക്കുന്നത്. 11 ഇനം ഫലൂദകളോടൊപ്പം സവിശേഷ ഇനമായ റെയിൻബോ ഫലൂദയും ഷെയ്ക്കുകളുടെ ചക്രവർത്തി എന്ന് വിശേഷിപ്പിക്കാവുന്ന മോൺസ്റ്റർ ഷെയ്ക്കുമെല്ലാം ഷേക്ക് സിറ്റിയുടെ സ്വന്തം കൊതിയൂറും വിഭവങ്ങളാണ്. വാർഷിക ഓഫറായി മാർച്ച് 18-19 തീയതികളിൽ നോൺ സ്റ്റോപ്പ് മോൺസ്റ്റർ ഷേക്ക് വാങ്ങുന്നവർക്ക് വെജിറ്റബിൾ സാൻഡ്വിച്ച്, ചിക്കൻ മൊമോസ് വാങ്ങുന്നവർക്ക് ഓറഞ്ച് ജ്യൂസ്, പുട്ട് ഐസ്ക്രീം വാങ്ങുന്നവർക്ക് ചിക്കൻ സാൻഡ്വിച്ച് എന്നിവ സൗജന്യമായി നൽകും. വിവിധതരം സാൻഡ്വിച്ച്, ബർഗർ, ഫ്രഷ് ജ്യൂസ്, ഷേക്സ്, ഫലൂദ, അവിൽ മിൽക്ക്, ഫ്രൂട്ട് സാലഡ്, മോക്ടെയിൽസ് തുടങ്ങി രുചിയേറും വിഭവങ്ങളുടെ വൈവിധ്യമേറിയ കലവറയാണ് ഷേക്ക് സിറ്റിയിൽ ഒരുക്കിയിരിക്കുന്നത്. ഫാമിലിക്കും കപ്പിൾസിനും എക്സിക്യൂട്ടീവ്സിനും പ്രത്യേകമായുള്ള കൗണ്ടർ സിറ്റിംഗ് ഷേക്ക് സിറ്റിയുടെ സവിശേഷതയാണ്. ഓർഡർ അനുസരിച്ച് പാഴ്സലുകൾ തയ്യാറാക്കി നൽകും. കൂടുതൽ വിവരങ്ങൾക്ക് 8891323688 9946175051. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകൾ. ചൂട് കൂടിയതോടെ വൈദ്യുതി ഉപഭോഗം വർദ്ധിച്ചു. സംസ്ഥാനത്ത് വൈദ്യുതി പ്രതിസന്ധി ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ യോഗം ചേരും.
സംസ്ഥാനത്ത് ചൂട് ക്രമാതീതമായി ഉയരുന്നു. തൃശൂർ ജില്ലയിൽ താപനില 37 ഡിഗ്രി വരെ ഉയരുമെന്ന് മുന്നറിയിപ്പ്. കോൾപ്പാടങ്ങളിലെ ജലക്ഷാമം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് കർഷകർ തൃശൂരിൽ ഇറിഗേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഉപരോധിച്ചു. വെള്ളമില്ലാതെ 2500ഓളം ഹെക്ടർ നെൽകൃഷി കരിഞ്ഞുണങ്ങുന്നതായി കർഷകർ. പൂന്നത്ത് നാടക പ്രവർത്തകർ സഞ്ചരിച്ച മിനി ബസും കാറും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ കാർ ഡ്രൈവർ മരിച്ചു. 10 പേർക്ക് പരിക്ക്. ഇതോടെ ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുകയാണ്. നമസ്കാരം.